നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. 7ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളെയും ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി, അതിലെ യൂണിറ്റിൻ്റെ പേര് സ്നേഹസുന്ദര പാതയിലൂടെ. അതിലെ ഒരു പാഠമായ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന പാഠമാണ്. ഈ പാഠം ഒരു കഥയാണ്. ഈ കഥ എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ വളരെ പ്രശസ്തനായിരുന്ന ഒരു ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ അക്ബർ കക്കട്ടിൽ ആണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിന്റെ സാഹിത്യ മേഖലയിലുള്ള സ്ഥാനം എന്താണ്? ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം 1954 ജനിച്ചത്. അദ്ദേഹത്തിന്റെ സാഹിത്യ രചനകളുടെ ഒരു സവിശേഷത, അത് നർമ്മത്തിൽ ചാലിച്ച കഥയായിരിക്കും, രചനയായിരിക്കും. നർമ്മം, തമാശ, ഏതൊരു കഥ എടുത്താലും അതിൽ നർമ്മമുണ്ടായിരിക്കും. നിത്യജീവിതത്തിൽ കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ കഥകളാണ് അദ്ദേഹം എഴുതിയത്, പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹം ജീവിച്ചിരുന്ന ആ നാട് മലബാറിലെ സാധാരണക്കാർ, അവരുടെ കഥയാണ്. അവരുടെ ദുഃഖം നിറഞ്ഞ ജീവിതം അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ നർമ്മം കൊണ്ട് മനോഹരമാക്കി തീർത്തു. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, മലയാള അധ്യാപകൻ. വളരെ കാലം അദ്ദേഹം വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ, സ്കൂൾ അനുഭവങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കഥകൾ, അതിന്റെ പേര് അധ്യാപക കഥകൾ എന്നാണ്. അവ എഴുതിയിട്ടുണ്ട്. മലയാള സാഹിത്യത്തിൽ കാരൂർ നീലകണ്ഠൻ മാഷ്, അദ്ദേഹമാണ് അധ്യാപക കഥകൾ ആദ്യമായിട്ട് സാഹിത്യ മേഖലയ്ക്ക് തന്നിട്ടുള്ളത്. തുടർന്നിതാ അക്ബർ കക്കട്ടിൽ, അദ്ദേഹവും തന്റെ ജീവിത അനുഭവങ്ങൾ, സ്കൂൾ ജീവിതത്തിലെ കാര്യങ്ങൾ അദ്ദേഹം തന്റെ കഥകളിൽ ആവിഷ്കരിച്ചു. ക്ലാസ് മുറിയിൽ അദ്ദേഹം താൻ ക്ലാസ് എടുക്കുമ്പോൾ അത് കാതുകൂർപ്പിച്ച് കണ്ണുമിഴിച്ച് ഇരിക്കുന്ന കുട്ടികളെയാണ് കാണുന്നത്. ആ കുട്ടികളെ അദ്ദേഹം എഴുത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുവരികയാണ്. ക്ലാസ് മുറിയിൽ നടക്കുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ, സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങൾ, തന്റെ സഹപ്രവർത്തകരുമായിട്ടുള്ള അനുഭവങ്ങൾ, ഇതെല്ലാം അദ്ദേഹം തന്റെ രചനകളിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഏതൊരു രചന എടുത്തു നോക്കിയാലും അതിൽ നമ്മെ ഒന്ന് ചിരിപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിൽ ഒരു പുഞ്ചിരി വളർത്തുന്ന രീതിയായിരിക്കും കഥകളിൽ ഉണ്ടാവുക. ഒരിക്കൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സ്റ്റാഫ് റൂമിലേക്ക് ഒരു വടി എടുക്കാനായിട്ട് ഒരു അധ്യാപകൻ പറഞ്ഞയക്കുന്നു. സ്റ്റാഫ് റൂമിൽ അപ്പോൾ ദാമോദരൻ മാഷാണ് ഉള്ളത്. ദാമോദരൻ മാഷ് ആ കുട്ടിയോട് ചോദിച്ചു, ആരാണ് നിന്നെ വടിയെടുക്കാൻ പറഞ്ഞു വിട്ടത്? അവൻ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു, വട്ടൻ കുറുപ്പു മാഷ്. ദാമോദരൻ മാഷ് വീണ്ടും ചോദിച്ചു, ആരാ പറഞ്ഞു വിട്ടത്? അവൻ വീണ്ടും പറഞ്ഞു, വട്ടൻ കുറുപ്പു മാഷ്. ദാമോദരൻ മാഷിന്റെ മുഖത്ത് കോപം ഇരച്ചു കയറി. അദ്ദേഹം സ്റ്റാഫ് റൂമിൽ നിന്നും വടിയെടുത്തു. എന്നിട്ട് ഈ കുട്ടിയെ, വടി ചോദിച്ചു വന്ന കുട്ടിക്ക് 2 നല്ല അടി അങ്ങ് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ദാ വടി, നീ ഇത് കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറഞ്ഞു. സ്റ്റാഫ് റൂമിൽ നിന്നും പുറത്തിറങ്ങിയ ഈ കുട്ടി ചിന്തിക്കുകയാണ്, ദാമോദരൻ മാഷ് എന്തിനായിരിക്കാം എന്നെ അടിച്ചത്? ഒരുപക്ഷേ വട്ടൻ മാഷുമായിട്ട് വല്ല ശത്രുതയും ഉണ്ടാകാം, ദേഷ്യമുണ്ടാകാം, അതായിരിക്കും തന്നെ അടിച്ചത്. എന്തായാലും ഈ വിവരം വട്ടൻ മാഷിനോട് പറഞ്ഞിട്ട് തന്നെ കാര്യം. ഇതാണൊരു കഥ.
ഈ കഥ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മുഖത്ത് ഒരു ചിരി വരും. നിങ്ങളുടെ മുഖത്തും ആ ചിരി ഈ കഥ കേട്ടപ്പോൾ വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ശരിയല്ലേ? നാട്ടുഭാഷയുടെ ലളിതമായ ശൈലി, അതാണ് അദ്ദേഹം തൻ്റെ കഥകളിൽ ഉപയോഗിച്ചത്. ഏതൊരു പ്രായം കുറഞ്ഞ ആൾക്കും പാണ്ഡിത്യമുള്ള ആൾക്കും വായിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ലളിതമായ ഭാഷ. നർമ്മത്തിന്റെ ലാളിത്യത്തിൽ പൊതിഞ്ഞ വേദനിക്കുന്ന ഹൃദയങ്ങളെ കുറിച്ചാണ് സ്കൂൾ കഥകളിൽ അദ്ദേഹം കൂടുതലും എഴുതിയത്. ഒരിക്കൽ സ്കൂളിൽ ഹെഡ്മിസ്ട്രസിന്റെ മുറിയിൽ ഒരു കള്ളൻ കയറുന്നു. ഹെഡ്മിസ്ട്രസിന്റെ മേശയിൽ നിന്നും ആ കള്ളൻ കുറച്ചു പണം മോഷ്ടിക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു എഴുത്തെഴുതി വയ്ക്കുന്നു. ഹെഡ്മിസ്ട്രസിന്റെ മുറിയിൽ കള്ളൻ കയറി പണം കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ എല്ലാവരും ആ മുറിയിലേക്ക് ചെല്ലുകയാണ്. ടീച്ചർ ആ എഴുത്ത് എടുത്തു വായിക്കുകയാണ്. എഴുത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? മാഡം, ഞാൻ മാഡത്തിന്റെ കുറച്ച് പണം എടുക്കുകയാണ്. പട്ടിണി കിടക്കുന്ന ഒരു കുടുംബത്തിന് 2-3 ദിവസത്തേക്ക് വിശപ്പ് മാറ്റുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പണം മോഷ്ടിക്കുന്നത്. ക്ഷമിക്കണം. ഇതാണ് കത്തിന്റെ ഉള്ളടക്കം. ടീച്ചർ ഇത് ഉറക്കെ വായിച്ചു. എല്ലാവരും അത് കേട്ടു. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, ഈ കള്ളൻ എന്തായാലും ഈ സ്കൂളിൽ പഠിച്ച കുട്ടിയല്ല. കാരണം ഇത്ര ഭംഗിയായിട്ട് തെറ്റൊന്നുമില്ലാതെ മലയാളം എഴുതാൻ ഇവിടെ പഠിച്ച കുട്ടിക്ക് സാധിക്കുകയില്ല. അവിടെ എല്ലാ അധ്യാപകരുമുണ്ട്. ആ കൂട്ടത്തിൽ അറബി പഠിപ്പിക്കുന്ന അന്ത്രുമാൻ മാഷ് ഒരു പ്രത്യേക നോട്ടം നമ്മുടെ കഥാകാരൻ അക്ബർ മാഷിന്റെ നേർക്ക് നോക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ പഹയനല്ലേ ഇവിടെ കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നത്, പിന്നെ എങ്ങനെ ശരിയാവാനാ എന്ന്. എങ്ങനെയുണ്ട് കഥ? രസകരമല്ലേ? ചിരിച്ചില്ലേ നിങ്ങൾ? ഇതുപോലെയാണ് അദ്ദേഹത്തിന്റെ അധ്യാപക കഥകളിൽ ഏറിയ പങ്കും. ഇത് ഒരു ചാനലിൽ ഇങ്ങനെ പരിപാടിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഥകൾ. അതിന് വലിയ ജനപ്രീതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിരിയിലൂടെ ചിന്തകളുടെ വാതിലുകൾ തുറന്നിടുകയായിരുന്നു അക്ബർ മാഷ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് സ്കൂൾ ഡയറി. അത് ലേഖനത്തിന്റെ വിഭാഗമാണ്, കഥാവിഭാഗമല്ല. എന്നാൽ തന്നെയും കഥ വായിക്കുന്ന മനസ്സോടെ നമ്മൾ അത് വായിച്ച് ആസ്വദിക്കും. ലേഖനമാണെങ്കിലും ഒരു കഥ പോലെയാണ് നമ്മൾക്കത് മനസ്സിലാവുക. അതുപോലെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അദ്ദേഹം ആ സ്കൂൾ ഡയറി എന്ന പുസ്തകത്തിൽ അധ്യാപകരെ കുറിച്ച് പറയുന്നത് എന്താണെന്നോ? രസകരമാണ്. അധ്യാപകർ വാർക്കപ്പണിക്കാരാണ് എന്ന്. എന്തായിരിക്കാം അധ്യാപകരെ വാർക്കപ്പണിക്കാർ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്? കാരണമുണ്ട്, മറ്റൊന്നുമല്ല. ഭാവി തലമുറയെ വാർത്തെടുക്കുന്നവരാണല്ലോ അധ്യാപകർ. അങ്ങനെയല്ലേ അധ്യാപകരെ കുറിച്ച് പൊതുവെ പറയുന്നത്? ഭാവി തലമുറയെ വാർത്തെടുക്കുന്നവർ. അപ്പോൾ വാർത്തെടുക്കുന്നവരാണ് അധ്യാപകർ. അതുകൊണ്ട് അവർ ആരാണ്? വാർക്കപ്പണിക്കാരാണ് എന്ന് അദ്ദേഹം തമാശയോടെ കുറിക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള ആ അക്ബർ മാഷിന്റെ ഒരു കഥ, മനോഹരമായ ഒരു കഥ, അതാണ് നമുക്കിവിടെ പഠിക്കാനായി തന്നിട്ടുള്ള കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന പാഠം. അദ്ദേഹത്തിന്റെ കഥകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഏടാണെന്ന് നമ്മൾ പഠിച്ചു. അദ്ദേഹം കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ മനോഹരമായ ശൈലിയിൽ നർമ്മത്തിൽ ചാലിച്ച് കഥകളായിട്ട് ആവിഷ്കരിച്ചു. ഈ കഥയും സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്നും എഴുതിയ കഥയാണ്. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും പാഠപുസ്തകമെടുത്ത് ശ്രദ്ധയോടെ ഒന്ന് നോക്കിയിരിക്കൂ. ഞാൻ പാഠം വായിച്ച് അതിൻ്റെ ആശയം പറഞ്ഞു തരാം. നിങ്ങളുടെ വീടുകളിൽ കിണറുകളുണ്ടല്ലോ.
അതിലിങ്ങനെ പൂച്ചയോ പട്ടിയോ ഒക്കെ വീണിട്ടുണ്ടോ? കിണറുകളിൽ പൂച്ചകളും പട്ടികളും എന്തിന് മനുഷ്യര് തന്നെയും വീഴുന്ന സംഭവങ്ങൾ നിരവധിയാണ്. അവിചാരിതമായി കാല് തെറ്റി കിണറ്റിൽ വീഴാം. പൂച്ചകളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന കൂട്ടത്തിൽ പല വീടുകളിലും കിണറുകളിൽ വീഴാറുണ്ട്. പട്ടികളുടെ കാര്യവും അതുപോലെ തന്നെ. പക്ഷെ മനുഷ്യർ അവരാണ് വീഴുന്നതെങ്കിൽ നമുക്കവരെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കിണറിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. കാരണം നമ്മൾ പറയുന്നത് അനുസരിക്കാൻ, നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയും. പക്ഷേ ഒരു പൂച്ച കിണറ്റിൽ വീണാൽ ആ കിണറിൽ ധാരാളം വെള്ളമുണ്ടെങ്കിൽ ആ പൂച്ചയെ നമ്മൾ എങ്ങനെ കയറ്റും? നമ്മൾ പറയുന്നത് അതിന് മനസ്സിലാകുമോ? ഇല്ല, അത് പേടിച്ചങ്ങനെ ഇരിക്കും. ഈ കഥാകാരന്റെ ജീവിതത്തിലെ ഒരു ഏടു തന്നെയാണ്. അദ്ദേഹത്തിന്റെ കഥകളിൽ പലതും ജീവിത അനുഭവങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. സ്വന്തം വീട്ടിൽ നടക്കുന്ന ഒരു ചെറിയ സംഭവം, പൂച്ച കിണറ്റിൽ വീണത്, അത് അദ്ദേഹം വളരെ മനോഹരമായി, തന്മയത്വമായി, നർമ്മരസപ്രധാനമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതാ യോഗം തുടങ്ങുന്നതിനുള്ള സമയമാകാറായി. സംഘാടകർ എത്തിക്കഴിഞ്ഞു. ഞാൻ കുളിച്ചൊരുങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ അക്ബർ മാഷിന്റെ വീടിന് സമീപം ഒരു യോഗം നടക്കുന്നുണ്ട്, ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, സാംസ്കാരിക മീറ്റിംഗ്. അതിൽ ഒരു പ്രഭാഷകനാണ് മാഷ്. അപ്പൊ അദ്ദേഹം അവിടേക്ക് പോകാനായിട്ട് കുളിച്ച് ഒരുങ്ങുകയാണ്. അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ആ യോഗത്തിന്റെ സംഘാടകർ അതിൽ ചിലർ എത്തിയിട്ടുണ്ട്. പെട്ടെന്നാണ് ഉമ്മ വാതിൽക്കൽ വന്നത്. എന്നിട്ട് പറഞ്ഞു, മോനെ, നമ്മുടെ കിണറ്റിൽ ഒരു പൂച്ച വീണു. കുളിച്ച് ഒരുങ്ങി നിൽക്കുമ്പോൾ, ദാ മോനെ, നമ്മുടെ കിണറ്റിൽ ഒരു പൂച്ച വീണു. കിണറ്റിൽ പൂച്ച വീണാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റെല്ലാ പണികളും മാറ്റി വെച്ചിട്ട് ആ കിണറ്റിൽ വീണ പൂച്ചയെ നമ്മൾ കരയ്ക്ക് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ആ പൂച്ച കിണറ്റിൽ കിടന്ന് ചത്തുപോകും. പിന്നെ ആകെ ബുദ്ധിമുട്ടാണ്. ആ കിണറ്റിലെ വെള്ളമെല്ലാം വറ്റിക്കണം, ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ മറ്റെന്തും മാറ്റി വെച്ചിട്ട് ഈ വീണ പൂച്ചയെ കരയ്ക്ക് കൊണ്ടുവരണം. അദ്ദേഹം പറയുന്നു, കുളിക്കുന്നതിനിടയിൽ എന്തോ ശബ്ദം കേട്ട പോലെ എനിക്ക് തോന്നിയിരുന്നു. അതിതായിരിക്കാം സംഭവം. അപ്പൊ കുളിക്കുമ്പോൾ കേട്ട ശബ്ദം എന്തായിരുന്നു? പൂച്ച കിണറ്റിൽ വീണ ശബ്ദം. ഞാൻ കുപ്പായ കുടുക്കുകൾ ഇട്ടുകൊണ്ട് ഉമ്മയുടെ പുറകെ നടന്നു, കിണറിന്റെ കരയിലേക്ക് നടന്നു. കിണറ്റിൻ കരയിൽ എത്തിയപ്പോൾ ഉമ്മ ചൂണ്ടിയ ഭാഗത്തേക്ക് ഞാനൊന്ന് നോക്കി. വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന പടവിൽ ഒരു മാളത്തിലതാ ഒരു പൂച്ച. പൂച്ച ഞങ്ങളെ തന്നെ ഭയത്തോടെ നോക്കിക്കൊണ്ട്, പൂച്ച എങ്ങനെയാ കരയുക? മ്യാവ് എന്ന്, അല്ലേ? ദാ ഇവിടെ ഈ പൂച്ച പേടിച്ചിട്ട് മ്യാവൂ എന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നു. അദ്ദേഹം കാണുകയാണ് കിണറിനുള്ളിൽ ഒരു മാളത്തില് പൂച്ച പേടിച്ചങ്ങനെ ഇരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിസ്സഹായതയോടെ ഞാൻ ഉമ്മയുടെ മുഖത്ത് നോക്കി. നിസ്സഹായത, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. പൂച്ചയാണ് കിണറ്റിൽ വീണിരിക്കുന്നത്, അതിനെ എങ്ങനെ കൊണ്ടുവരും, കരയ്ക്ക് കൊണ്ടുവരും എന്ന് ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു അറിവും തോന്നുന്നില്ല. ഞാൻ അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അത് കണ്ടപ്പോൾ ഉമ്മയ്ക്ക് ചിരി വന്നു. എന്തിനാണ് ചിരിച്ചത്? താൻ ഓടിപ്പോയി മകനോട് വിവരം പറഞ്ഞത് കിണറ്റിൽ നിന്നും പൂച്ചയെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കാനാണ്. പക്ഷെ ഇവിടെ മകനൊന്നും അറിയില്ല, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അതോർത്തിട്ടാണ് ഉമ്മ ചിരിക്കുന്നത്. ഉമ്മ പറയുന്നു, ഇന്നെ കൊണ്ട് ഒന്നിനാവൂല, പ്രസംഗിക്കാനല്ലാതെ വേറെന്തറിയാം എനിക്ക്. എന്റെ പെണ്ണുങ്ങളുണ്ടെങ്കില് ഒരു വഴി ഓള് കാണുമായിരുന്നു. എനിക്കാണെങ്കില് ശരിക്ക് കണ്ണും പിടിക്കൂല. ഉമ്മ പറയുന്നത് ശരി തന്നെയാണ്. നിനക്ക് പ്രസംഗിക്കാൻ മാത്രമേ അറിയൂ, വേറെ ഒന്നും അറിയില്ല. നിന്റെ പെണ്ണുങ്ങള്, നിന്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൾ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചയും കുറവാണ്. കളിയാക്കുകയാണല്ലേ മകനെ? ഭാര്യ അതിരാവിലെ തന്നെ അവളുടെ പറമ്പിൽ പണി നടക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു.
ഭാര്യ അവിടെ ഇല്ല. എവിടെ പോയിരിക്കുന്നു? അവൾക്ക് കുറച്ച് പറമ്പുണ്ട്, അവിടെ പണി നടക്കുന്നുണ്ട്. ആ പണിയെല്ലാം നോക്കാനും പണി ചെയ്യിപ്പിക്കാനും ഒക്കെ ആയിട്ട് പോയിരിക്കുകയാണ്, വീട്ടിലില്ല. ഇനിയിപ്പോൾ അവൾ വരാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചിലല്ലേ? ശരിയല്ലേ? ഭാര്യ വരട്ടെ, വന്നിട്ട് ഈ പൂച്ചയെ കരയ്ക്ക് കയറ്റാൻ എന്തെങ്കിലും വഴി നോക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത് കുറച്ചിലാണ്. എന്താണൊരു പരിഹാരം? ഇനി എന്താണൊരു വഴി, മാർഗം പൂച്ചയെ കരയ്ക്ക് കയറ്റാൻ? ഇദ്ദേഹത്തെ കൊണ്ടാവില്ല, ഒരു വഴിയോ അറിയില്ല. ഇതാ ഉമ്മ തന്നെ പരിഹാരം പറഞ്ഞു. ഉമ്മ പറഞ്ഞ പരിഹാരം എന്താണ്? ഇന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നോരില്ലേ, ഓലെ വിളിക്കി. അത് തന്നെ, നിന്നെ പ്രസംഗിക്കാനായിട്ട് കൊണ്ടുപോകാൻ കുറച്ച് ആളുകൾ വന്നിട്ടില്ലേ, അവരവിടെ വരാന്തയിൽ ഇരിപ്പുണ്ട്, അവരെ ഇങ്ങോട്ട് വിളിക്കി. അതൊരു ബുദ്ധിയാണെന്ന് എനിക്കും തോന്നി. ശരിയാണ്, ഉമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. അതൊരു ബുദ്ധിയാണെന്ന് എനിക്കും തോന്നി. ഏത്? പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നവർ ഉമ്മറത്തിരിപ്പുണ്ട്, അവരെ വിളിക്കുക എന്നത്. കാസിമും അനന്തനുമൊക്കെ വരാന്തയിലുണ്ട്, അവരോട് വിവരം പറയാം. എന്നാൽ പുറപ്പെടുകയല്ലേ? എന്നെ കണ്ടതും കാസിം ചോദിച്ചു. കാസിമും അനന്തനും ഈ വിവരമൊന്നും അറിയുന്നില്ല, പൂച്ചക്കിണറ്റിൽ വീണതൊന്നും അറിഞ്ഞില്ല. ഇദ്ദേഹം കുളിച്ച് നല്ല സുന്ദരനായി ഷർട്ടും ഒക്കെ ഇട്ട് അങ്ങനെ ചെല്ലുന്നത് കണ്ടപ്പോൾ യോഗത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി വരികയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ പുറപ്പെടാം എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നു, ഒരു ചെറിയ പ്രശ്നമുണ്ട് കാസിമേ, ഒരു ചെറിയ പ്രശ്നം ഇതിനിടയിൽ വന്നിരിക്കുന്നു. എന്താണത്? ഇവിടുത്തെ കിണറ്റില് ഒരു പൂച്ച വീണു. ഇതാണ് ആ പ്രശ്നം. പൂച്ചയോ? എപ്പോ? അനന്തന് ജിജ്ഞാസ. അത് കേട്ടിട്ട് അനന്തൻ ആകെ ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. എപ്പോ വീണു പൂച്ച? അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കിണറ്റിൻ കരയിലേക്ക് നടന്നു. മീറ്റിംഗ് തുടങ്ങേണ്ട സമയമായി. ഇനിയിപ്പോ പൂച്ചയെ പുറത്തെടുക്കാതെ ആളെ വിളിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ. അനന്തൻ കാസിമിനോട് ഒച്ച ഉയർത്താതെ പറയുന്നത് കേട്ടു. മീറ്റിംഗ് തുടങ്ങാൻ സമയമായി, വൈകുന്നേരമാണ് മീറ്റിംഗ്. ഇദ്ദേഹത്തെ ഇനി എങ്ങനെ കൊണ്ടുപോകും? ഈ പൂച്ചയെ പുറത്തെടുക്കണ്ടേ? എനിക്കത് കേട്ടപ്പോൾ ആശ്വാസമായി. ഇവർ പൂച്ചയെ കരകയറ്റിയിട്ടേ അടങ്ങൂ എന്ന് എനിക്ക് ബോധ്യം വന്നു. എന്തായാലും കാസിമും അനന്തനും ഈ പൂച്ചയെ പുറത്തെടുക്കാൻ സഹായിക്കും, അത് കഴിഞ്ഞിട്ടേ പോകൂ. എനിക്ക് ഉമ്മയുടെ മുമ്പിലും ഭാര്യ വന്നാൽ അവളുടെ മുമ്പിലും ഒരു നിലനിൽപ്പായി. ഉമ്മയും കുറച്ചു മുമ്പ് കളിയാക്കിയല്ല, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന്. ഭാര്യ വന്നാലും കളിയാക്കും. അവരൊക്കെ കാണുകെ ഭാര്യ വരുന്നതിന് മുൻപായിട്ട് പൂച്ചയെ പുറത്തെടുത്താൽ എനിക്ക് നല്ല ഗമയിൽ അങ്ങനെ നിൽക്കാം. അല്ലെങ്കിൽ ഭാര്യയുടെ വക ഒരു ഇതുണ്ടാവും. പറയുന്നില്ല, ഭാര്യയുടെ വക ഒരു കളിയാക്കലുണ്ടാകും. തീർച്ചയല്ലേ? എന്തു പറഞ്ഞാ ഭാര്യ കളിയാക്കുക? ഒരു പൂച്ച കിണറ്റിൽ വീണിട്ട് അതിനെ പുറത്തെടുക്കാൻ വയ്യാത്ത നിങ്ങളാണോ ഈ നാട്ടിൽ സംസ്കാരം ഉണ്ടാക്കാൻ നടക്കുന്നത്? ഒരു സാംസ്കാരിക നായകൻ പോലും ഇങ്ങനെയാണ് ഭാര്യ കളിയാക്കുക. ഒരു കുഞ്ഞു പൂച്ച കിണറ്റിൽ വീണിട്ട് അതിനെ ഒന്ന് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അറിയില്ല. അങ്ങനെയുള്ള ഒരാള് നാട് നന്നാക്കാൻ നടക്കുന്നു, സംസ്കാരം ഉണ്ടാക്കാൻ നടക്കുന്നു. നിങ്ങളാണോ ഒരു സംസ്കാര നായകൻ എന്ന് പറഞ്ഞ് അവൾ കളിയാക്കും. അത് കേട്ടിട്ട് കൂടെ കുട്ടികളും ചിരിക്കും. ആകെ നാണക്കേടാണല്ലേ? അതുകൊണ്ട് ആ കളിയാക്കലൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി അവരൊക്കെ എത്തുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം പറഞ്ഞേ? പൂച്ചയെ കിണറ്റിൽ നിന്നും കരക്കെത്തിക്കണം. നടക്കുമോ? നോക്കാം നമുക്ക്. പൂച്ചയെ എങ്ങനെ കരകയറ്റാം? തിയറി എനിക്കറിയാം, പക്ഷേ പ്രാക്ടിക്കൽ, അതാണ് വിഷമം. അദ്ദേഹം പറയുന്നു, പൂച്ചയെ കരയ്ക്ക് കയറ്റാനുള്ള തിയറി എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഒരു പക്ഷേ ഒരു കയറിൽ കുട്ടയൊക്കെ ഇട്ട് കയറ്റാം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി പിടിച്ച് കയറ്റാം. ഇങ്ങനെ പല പല തിയറികളുണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ പ്രാക്ടിക്കൽ ചെയ്യാൻ എനിക്കറിയില്ല. കിണറ്റിലെ വെള്ളത്തിലേക്ക് ചാടി പിടിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്കറിയില്ല. പ്രാക്ടിക്കൽ, അതാണ് വിഷമം. പക്ഷേ ഭാര്യയോട് എങ്ങനെ പറയും?
പറയാൻ പറ്റില്ല. തിയറിയുടെ കാര്യത്തിൽ ആൾ ഓക്കെയാണ്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് വിശദമായിട്ട് മാഷിനറിയാം. പക്ഷെ അത് പ്രവർത്തിച്ച് കാണിക്കുവാൻ അദ്ദേഹത്തിന് അറിയില്ല. എനിക്കറിയാവുന്ന തിയറിയിൽ ആദ്യത്തേത് പ്രാക്ടിക്കലാക്കാൻ നോക്കുകയാണ് കാസിം. കാസിം എന്ന് പറയുന്ന ആള് വെറുതെ ഇരിക്കുന്നില്ല. നമ്മുടെ മാഷിന് അറിയാവുന്ന ഒരു തിയറിയുണ്ട്, അതൊന്ന് പ്രവർത്തിച്ച് കാണിക്കാൻ, പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുകയാണ് കാസിം. എന്താണത്? നമുക്കൊന്ന് നോക്കാം. അയാൾ തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താക്കാനുള്ള ശ്രമത്തിലാണ്. അതാണ് ചെയ്യുന്നത്. ഒരു തൊട്ടി ഒരു കയറിൽ കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പൂച്ചയെ ആ തൊട്ടിയിലാക്കുക. പൂച്ചയെ നീ രക്ഷപ്പെട്ടോ എന്ന മട്ടിലാണ് ഞങ്ങൾ എല്ലാവരുടെയും നിൽപ്പ്. ഞങ്ങളെല്ലാവരും കിണറിലേക്ക് നോക്കി ആ പൂച്ച ഇപ്പോൾ ആ കുട്ടയിലേക്ക് കയറും, അങ്ങനെ രക്ഷപ്പെടാം എന്ന മട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആകാംക്ഷയോടെ. എന്നാൽ പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതടവില്ലാതെ കരയുന്നതും. പൂച്ചയ്ക്ക് വല്ലതും മനസ്സിലായോ? ഈ കുട്ട ഇട്ടുകൊടുത്തത് ആ കുട്ടയിൽ ഞാൻ കയറി എന്നെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി രക്ഷപ്പെടുത്താനാണെന്ന് നമ്മുടെ പാവം പൂച്ച അറിയുന്നില്ല. അതിതെല്ലാം കൊട്ടയും കയറും എല്ലാം കണ്ടിട്ട് ഈ മുകളിലുള്ള ആളുകളുടെ ഒച്ചയും ബഹളവും എല്ലാം കേട്ടിട്ട് ആകെ പേടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ വിചാരം എന്താണ്? എന്നെ എന്തോ ചെയ്യാൻ, അപായപ്പെടുത്താൻ ആണ് ഇവരെല്ലാം ഈ ശ്രമിക്കുന്നത് എന്ന മട്ടില് അതങ്ങ് കരയുകയാണ്. മ്യാവ് 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 എന്ന് പറഞ്ഞങ്ങ് കരയുകയാണ് പേടിച്ച്. നേരത്തെ മാടിയിലിരുന്ന് പുറത്തേക്ക് തലയിട്ടിരുന്ന പൂച്ച തൊട്ടി അരികിലേക്ക് നീങ്ങിയപ്പോൾ പതുക്കെ തല ഉള്ളിലേക്ക് വലിച്ചു. കാസിമിന്റെ ശ്രമം വിജയിക്കുന്നതില്ലെന്ന് കണ്ട് അനന്തന് ഒരു കൈ നോക്കണമെന്നായി. അപ്പോൾ ഈ കുട്ട പൂച്ചയിരിക്കുന്ന മാള, ഒരു ചെറിയ മാള, ആ മാളത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പൂച്ച തൊട്ടിയിലേക്ക് കയറുന്നില്ല, പകരം പേടിച്ചിട്ട് ഉള്ളിലേക്ക് വലിയുകയാണ്. ആ കാസിം ഇങ്ങനെ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അത് കണ്ടപ്പോൾ കൂടെ നിന്ന അനന്തനൊരു തോന്നൽ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? അതെ, നീ നിൽക്കുന്ന ആ പൊസിഷൻ ഒന്ന് മാറി നോക്കിയാൽ ചിലപ്പോ. അനന്തൻ പറയുകയാണ്, നീ നിൽക്കുന്ന അവിടെ നിന്നും ഒന്ന് മാറി നിൽക്ക്, ചിലപ്പോ പൂച്ച കയറും. അയാൾ തൊട്ടി വാങ്ങി തെല്ലപ്പുറത്ത് നിന്നും ഉത്സാഹം തുടങ്ങി. അങ്ങനെ കാസിമിന്റെ കയ്യിൽ നിന്നും തൊട്ടി വാങ്ങിയിട്ട് അനന്തൻ പൂച്ചയെ കുട്ടയിൽ കയറ്റാനുള്ള ശ്രമം തുടങ്ങി. തൊട്ടി കൊണ്ട് പൂച്ചയെ തല്ലുന്ന രീതിയിലായ അനന്തന്റെ നീക്കം. പൂച്ച അല്ലെങ്കിൽ തന്നെ പേടിച്ചാണ് ഇരിക്കുന്നത്. ഇവരെന്നെ എന്തോ അപായപ്പെടുത്താൻ വരികയാണെന്ന് വിചാരിച്ചത് പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അനന്തൻ ചെയ്യുന്നത് കണ്ടാൽ പൂച്ചയെ തല്ലുന്ന രീതിയിലാണ്. അത് കണ്ടിട്ട് നമ്മുടെ പൂച്ച പെട്ടെന്ന് പിടഞ്ഞു വെള്ളത്തിലേക്ക് വീണു. അത് വേവലാതിയോടെ ഒന്ന് നീന്തി വീണ്ടും മാടിപ്പറ്റി. പൂച്ചയ്ക്ക് പേടിയായിട്ട് അത് വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണ പൂച്ച നേരത്തെ മാടിയിൽ അഭയം തേടിയതാവും. ഇപ്പൊ വീണ്ടും വെള്ളത്തിൽ വീണു. രോമം വെള്ളത്തിലായിട്ടുണ്ടാവുമെന്ന് തീർച്ചയാ. അപ്പോൾ ആദ്യം പൂച്ച വീണത് നേരെ വെള്ളത്തിലായിരിക്കും. വെള്ളത്തിൽ നീന്തി ഈ ചെറിയ മാളത്തിൽ കയറിയിരുന്നു. ഇപ്പോൾ ഈ അനന്തന്റെ ശ്രമത്തിനിടയിൽ വീണ്ടും പൂച്ച വെള്ളത്തിലേക്ക് വീണു. എന്നിട്ട് നീന്തി മാളത്തിൽ കയറി. അപ്പൊ തീർച്ചയായിട്ടും ഈ പൂച്ചയുടെ രോമം വെള്ളത്തിൽ വീണിട്ടുണ്ടാവൂലോ, അത് ഉറപ്പാണ്. കാസിമിനോടും അനന്തനോടും ഒപ്പം ഉണ്ടായിരുന്ന മൂന്നാമൻ ഒരു പുതിയ ആള് വരികയാണ്. അയാളെ എനിക്ക് നല്ല മുഖപരിചയമുണ്ട്. അയാളുടെ പേര് ബാബു എന്നാണ് മനസ്സിലാക്കുന്നത് പൂച്ചപിടുത്തത്തിനിടയിലാണ്. ആരാണത്? ആ പൂച്ച വെള്ളത്തിൽ വീണാൽ തീർച്ചയായിട്ടും രോമം വെള്ളത്തിൽ വീണിട്ടുണ്ടാവും എന്ന് പറയുന്നത് നമ്മുടെ കഥാകാരന് കണ്ടു പരിചയമുള്ള ഒരാൾ. അയാളുടെ പേര് ബാബു എന്നാണ്. അയാളും ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ വിരുദ്ധനാണ്, പക്ഷെ പ്രാക്ടിക്കലി ഇല്ല. ബാബുവും എന്നെ പോലെ ഒരു തിയറിക്കാരനാണെന്ന് തോന്നുന്നു. തിയറി എങ്ങനെ ചെയ്യണമെന്നറിയാം, പ്രവർത്തിക്കാൻ അറിയില്ല. ഭാവം കൊണ്ടും ചലനം കൊണ്ടും വാക്കുകൊണ്ടും കാസിമിനെയും അനന്തനെയും പ്രോത്സാഹിപ്പിക്കാനല്ലാതെ സ്വന്തം നിലയിൽ ഒന്നും ചെയ്യാൻ ആളിന് ഒക്കുന്ന ഒരു സൂചനയും ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ കഥാകാരനെ പോലെ, റഷീദ് മാഷിനെ പോലെ തന്നെ തിയറി അറിയാം, കാസിമിനെയും അനന്തനെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തൊട്ടി പിടിക്ക്, ഇങ്ങനെ പിടിക്ക്, അപ്പൊ പൂച്ച കയറും, അവിടുന്ന് മാറി നിന്ന് പിടിക്ക്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുള്ളി ഒന്നും ചെയ്യുന്നില്ല. പൂച്ചരോമം വെള്ളത്തിലായാല് പള്ളവേദനയ്ക്ക് വേറെ എവിടെയും പോണ്ട. ഉമ്മയ്ക്കാകെ ബേജാറായി.
പൂച്ച വെള്ളത്തിൽ വീണു, അതിന്റെ രോമം തീർച്ചയായിട്ടും വെള്ളത്തിൽ വീണിട്ടുണ്ടാവും എന്ന് കേട്ടപ്പോ ഉമ്മയ്ക്ക് ആകെ വിഷമായി, ബേജാറായി. എന്താണ് കാരണം? പൂച്ചയുടെ രോമം വെള്ളത്തിലായാൽ ആ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ പള്ളവേദന വരും ഇത്രേ ഒരു വിശ്വാസമാണ്. അപ്പൊ വേറൊരാള് പറഞ്ഞു, പേടിക്കണ്ട, കിണറൊന്ന് നന്നായി മുക്കിയാ മതി, അല്ലെ വെള്ളമൊക്കെ വറ്റിച്ച് എടുത്താ മതി എന്ന്. മറ്റാരുമല്ല, നമ്മുടെ അനന്തൻ. അത് വേണോ? ഇത് കേട്ടിട്ട് കഥാകാരൻ പറയുന്നു, വെള്ളം മൊത്തം വറ്റിക്കണോ? ഉമിയോ കരിക്കട്ടയോ കുമ്മായമോ ഇട്ട് ഒന്ന് ശുദ്ധീകരിച്ചാ പോരെ? അതുപോലെ വെള്ളമൊക്കെ വറ്റിക്കുക എന്ന് വെച്ചാൽ നല്ല പണിയാണ്. അതൊന്നും വേണോ? കുറച്ച് ഉമിയോ കരിക്കട്ടയോ അല്ലെങ്കിൽ കുറച്ച് കുമ്മായമോ ഇട്ട് ഒന്ന് ശുദ്ധീകരിച്ചാ പോരെ? ഇതൊക്കെ ചെയ്യാൻ ആദ്യം പൂച്ച കരയ്ക്ക് എത്തണ്ടേ സർ? കാസിം എന്നോടായി തുടർന്നു. അപ്പൊ സംസാരം എവിടെ വരെ പോയി? പൂച്ച കരയ്ക്ക് എത്തിക്കഴിഞ്ഞ് കിണർ ശുദ്ധീകരിക്കാൻ, കിണറിലെ വെള്ളം വറ്റിക്കണം, പിന്നെ ശുദ്ധീകരിക്കുന്ന കാര്യം വരെയൊക്കെ എത്തി. പക്ഷെ പൂച്ച എപ്പോഴും എവിടെയാണ്? കിണറിന്റെ ഉള്ളിലെ മാളത്തിലാണ്. അപ്പൊ ആദ്യം പൂച്ചയൊന്ന് കരയ്ക്കെത്തട്ടെ സാർ, എന്നിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഒരു കണ്ണാടിക്കുട്ട കിട്ടിയാല് ചിലപ്പോ പൂച്ച കയറുമായിരിക്കും. ഇവിടെ കണ്ണാടിക്കുട്ടയുണ്ടോ? സാധാരണ കുട്ട എറിഞ്ഞിട്ട് കിട്ടുന്നില്ല. ഒരു കണ്ണാടിക്കുട്ട കിട്ടിയെങ്കിൽ ചിലപ്പോൾ പൂച്ച കയറും. ഇവിടെ ഉണ്ടോ കണ്ണാടിക്കുട്ട? ഉദ്ഘാടകനെ ക്ഷണിക്കാൻ പോയവർ എത്താൻ താമസിച്ചതുകൊണ്ട് സമ്മേളന സ്ഥലത്തു നിന്നും ചിലർ തിരക്കി വരാൻ തുടങ്ങിയിരുന്നു. ഉദ്ഘാടകൻ നമ്മുടെ മാഷ്, അക്ബർ മാഷിനെ കൊണ്ടുപോകാനായിട്ട് അനന്തനും കാസിമും എത്തിയിരുന്നു. പക്ഷേ ഇവിടെ നടന്ന സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവർ പോയിട്ടില്ല എന്ന് നമുക്കറിയാം. അവരെ കാണാഞ്ഞിട്ട് യോഗം നടക്കുന്ന സ്ഥലത്ത് നിന്നും കുറെ പേര് തിരക്കി വരുന്നു. എനിക്ക് അതെല്ലാം കണ്ടപ്പോൾ വലിയ പ്രയാസവും ഉണ്ടായി, തമാശയും ഉണ്ടായി. ഇതിനകം ഞാൻ എത്രയോ യോഗങ്ങളിൽ പങ്കെടുത്തു. ഇന്നുവരെ യോഗത്തിന് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഈ യോഗമാണെങ്കിൽ എന്റെ വീടിന് അടുത്തുമാണ്. സൂക്ഷ്മമായി യോഗസ്ഥലത്ത് നിന്നുമുള്ള പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ കവിത. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇതുവരെ ഞാൻ എത്രയോ സ്ഥലങ്ങളിലെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന ഈ യോഗമാണെങ്കിൽ എന്റെ വീടിന്റെ തൊട്ടടുത്താണ്. അവിടെ വച്ചിരിക്കുന്ന പാട്ട് പോലും എനിക്ക് കേൾക്കാം. ഇതാ എന്നെ കാണാതെയായപ്പോൾ അവിടെയുള്ള ആളുകൾ തിരക്കി വന്നിരിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തമാശയും പ്രയാസവും ഒക്കെ തോന്നി. എന്റെ വീട്ടിൽ കുറേയധികം ആളുകളെ കണ്ട് അയൽക്കാരും ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ കിണറും പരിസരവും പതുക്കെ ആളുകളെ കൊണ്ട് നിറയുകയായി. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. കിണറിന് ചുറ്റും ഇങ്ങനെ ആളുകൾ നിൽക്കുന്നത് കണ്ടിട്ട് അയൽപക്കക്കാരും നാട്ടുകാരും എല്ലാം കൂടി വന്നിട്ട് കിണറിന് ചുറ്റും നിറച്ച് ആളുകളെ കൊണ്ട് നിറഞ്ഞു. പടിഞ്ഞാറേ വീട്ടിലെ കാദർ കണ്ണാടിക്കുട്ടയുമായി എത്തി. എന്തായാലും കണ്ണാടിക്കുട്ട എത്തി. അയാൾ കയറിൽ നിന്നും തൊട്ടിയഴിച്ച് കുട്ട കെട്ടി കിണറ്റിലിട്ടു. ഇത്രയും നേരം കയറ് കെട്ടി തൊട്ടിയിൽ പൂച്ചയെ കയറ്റാനുള്ള ശ്രമമായിരുന്നല്ലോ. അതഴിച്ചിട്ട് കണ്ണാടിക്കുട്ടയില് കയറ് കെട്ടി, എന്നിട്ട് അത് കിണറ്റിലേക്ക് ഇട്ടു. കാസിമും അനന്തനും ബാബുവും ഇപ്പോൾ ചിത്രത്തിലില്ല. അവരൊക്കെ മാറിയിട്ടോ, അവരപ്പുറം മാറി നിൽക്കുകയാണ്. ഇപ്പൊ പൂച്ചയെ പിടിക്കാൻ ശ്രമിക്കുന്നത് വേറെ ചിലരാണ്. ആരൊക്കെയാണ്? പുതുതായി എത്തിയവരുടെ കോർട്ടിലാണ് ഇപ്പോൾ പന്ത്. കാസിമും മറ്റും വല്ലാതെ അക്ഷമരാണെന്ന് എനിക്ക് മനസ്സിലായി. യോഗം തുടങ്ങേണ്ട സമയമായല്ലോ, സമയം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പൂച്ചയെ ഇതുവരെ കയറ്റിയിട്ടില്ല. അവരാകെ ക്ഷമയില്ലാത്തവരെ, അക്ഷമർ. അവർ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ട് സമയം എത്രയായിന്നറിയാൻ. യോഗം വളരെ വൈകുന്നു. പൂച്ച പുറത്ത് കടന്നിട്ടുമില്ല. നേരം കുറെ ആയിരിക്കുന്നു. ഈ പൂച്ചയെ ഒന്ന് പുറത്ത് കടത്തണ്ടേ? അത് ഇതുവരെ സാധിച്ചിട്ടില്ല. ശ്രമം നടക്കുന്നുണ്ട്. പഠിച്ച പണി 18 നോക്കിയിട്ടും പൂച്ച കുട്ടയിലും കയറുന്നില്ല. അപ്പോ തൊട്ടുകെട്ടി നോക്കിയിട്ട് പറ്റിയില്ല. കണ്ണാടിക്കുട്ട കൊണ്ടുവന്നു. പഠിച്ച പണി 18. ഒരു ചൊല്ലാണത്, പഠിച്ച പണി 18. എന്നുവെച്ചാൽ എത്രമാത്രം പരിശ്രമിച്ചിട്ടും പൂച്ച തൊട്ടിയിലും കയറുന്നില്ല. എന്തായിരിക്കും കാരണം? പൂച്ചയ്ക്ക് പേടി അല്ലെ? അതിനെ കൊല്ലാനാണോ എന്നൊന്നും അതിനറിയില്ലല്ലോ. രക്ഷിക്കാനാണെന്ന് അതിനറിയില്ല. നമ്മളുടെ ഭാഷയോട്ട് മനസ്സിലാവുകയില്ല. പൂച്ചയെ അതിൽ കയറൂ എന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാവുമോ? ഇല്ല. ഇതിനകം അത് പല കുറി വെള്ളത്തിൽ വീഴുകയും മാളം പറ്റുകയും ചെയ്തിരുന്നു. പൂച്ച ക്ഷീണിച്ചിട്ടുണ്ട്. പൂച്ചയുടെ ശബ്ദവും ക്ഷീണിച്ചിട്ടുണ്ട്.
ആകെ അത് അവശതയായിരിക്കുന്നു. പലതവണ വെള്ളത്തിൽ വീണു, പിന്നെ നീന്തി മാളത്തിൽ കയറി ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് പൂച്ച. ഒരു എക്സ്പെർട്ട് ഇല്ലാത്തതാ പ്രശ്നം. ഉണ്ടായിരുന്നെങ്കിലേ 10 പൂച്ചയെ പുറത്തെടുക്കാനുള്ള സമയമായി. ഇതാരായിരിക്കും പറയുക? ഒന്ന് ഊഹിക്കാമോ? മറ്റാരുമല്ല, നേരത്തെ നമ്മുടെ കഥാകൃത്ത് പറഞ്ഞല്ലോ, എനിക്ക് പരിചയമുണ്ട്, പേരിപ്പോഴാണ് മനസ്സിലായത്, ബാബു എന്നാണെന്ന്. ഇയാൾക്കും തിയറി മാത്രമേ അറിയൂ, പ്രാക്ടിക്കൽ അറിയില്ല. എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ പറയാണ് ഒരു എക്സ്പെർട്ട് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യാൻ കഴിയുന്ന ആള്. ആ എക്സ്പെർട്ട് ഇല്ലാത്തതാണ് പ്രശ്നം. പൂച്ചയെ പിടിക്കാൻ കഴിവുള്ള ഒരാൾ വേണം. വെള്ളത്തിൽ വീണ പൂച്ചയെ എങ്ങനെ പിടിച്ചു കയറ്റാം എന്ന അറിവുള്ള ഒരു എക്സ്പെർട്ട് ഇല്ലാത്തതാണ് ഇവിടെ പ്രശ്നം. ബാബു ആത്മകഥം പോലെ പറഞ്ഞു. ആത്മകഥ എന്ന് പറഞ്ഞാൽ സ്വയം പറയുക. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. ഒരു വിദഗ്ധന്റെ അഭാവം തന്നെയാണ് പ്രശ്നം. ബാബുവിനെ പോലെ തന്നെയാണ് നമ്മുടെ കഥാകാരനും, അല്ലെ? അദ്ദേഹം പറയും എനിക്കും തോന്നി പൂച്ചപിടുത്തത്തിൽ നല്ല കഴിവുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേ പൂച്ചയെ കരക്കെത്തിക്കാമായിരുന്നു. അഭാവം കുറവ്. സമ്മേളന സ്ഥലത്തുള്ള മുഴുവൻ പേരും മുഖ്യാതിഥിയുടെ വീട്ടിലെ വിശേഷം അറിഞ്ഞ് എന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. സമ്മേളന സ്ഥലത്ത് വന്ന ആളുകളെല്ലാം നമ്മുടെ കഥാകാരന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഇവിടെ ഒരു വിശേഷം നടക്കുകയാണല്ലോ. ഇവിടെയുള്ള വിശേഷം എന്താണ്? കിണറ്റിൽ വീണ പൂച്ച. അവർ ഉന്തിയും തള്ളിയും കിണറ്റിലെ കാഴ്ച കാണാൻ തിടുക്കപ്പെടുന്നു. വന്നവരെല്ലാവരും ഉന്തും തള്ളും കൂട്ടുകയാണ്. എന്ത് കാണാനാണ്? ആ കിണറ്റിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ പൂച്ചയെ കാണാനായിട്ട്. ആകെ തിക്കും തിരക്കും ബഹളവും. കുട്ടൻ കുറച്ചുകൂടി പൂച്ചയ്ക്ക് അടുത്തേക്ക് പിടിക്ക്. അവിടെ നിന്ന് ആരോ പറഞ്ഞു. അതുവരെ കുട്ടയും ചുഴറ്റി വിഷമിച്ചു നിൽക്കുകയായിരുന്ന കാദർക്കയ്ക്ക് അതൊരു പിടിവള്ളിയായി. കണ്ണാടിക്കുട്ടയും കൊണ്ട് കാദറല്ലേ വന്നത് പടിഞ്ഞാറെ വീട്ടിലെ. പുള്ളി പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. പഠിച്ച പണി 18 നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ ആരോ ഒരാള് വിളിച്ചു പറയാണ്, കുട്ട അപ്പുറത്തേക്ക് ഒന്ന് നീട്ടിപ്പിടിക്ക്, കുറച്ചുകൂടി പൂച്ചയുടെ അടുത്തേക്ക് നീട്ടിപ്പിടിക്കുകയെന്ന്. അത് കേട്ടതുമല്ല കാദർ അതൊരു പിടിവള്ളിയായിട്ട്. പിടിവള്ളി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനൊരു മാർഗം, ഒരു പിടിവള്ളി. വലിയ അപകടത്തിലൊക്കെ ചെന്ന് ചാടുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ വളരെയധികം പരിശ്രമിക്കും, അല്ലെ? ആ പരിശ്രമിക്കുമ്പോൾ രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ, ഒരറ്റം കിട്ടിയാൽ, ഒരു ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ അതിൽ പിടിച്ച് കര കയറാനായിട്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും, അല്ലെ? ഏതൊരു സമയത്തും മനുഷ്യർ ചെയ്യുന്ന ഒന്നാണ്. പിടിവള്ളി എന്നതും അതുപോലെ ഒരു ഭാഷാ പ്രയോഗമാണ്. അപകട സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കിട്ടുന്ന ഒരു തുമ്പ്, ആ പിടിവള്ളി. അതാണ് ഇവിടെ കാദർക്കയ്ക്ക് അപ്പോൾ കിട്ടിയത്. കുറച്ചുകൂടി കുട്ടയുടെ അടുത്തേക്ക് നീട്ടിപ്പിടിക്കാൻ പറഞ്ഞല്ലോ, പൂച്ചയ്ക്ക് അടുത്തേക്ക് നീട്ടിപ്പിടിക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ കാദർക്ക പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് പിടിച്ചു നോക്ക്. അത് ആർക്ക് കൊടുത്തു? അത് ആരായിരിക്കും അങ്ങനെ പറഞ്ഞത്? പൂച്ചയുടെ അടുത്തേക്ക് പിടിക്കുന്നത് മറ്റാരുമല്ല, കുഞ്ഞിക്കണാരനാണ്. വേഗം തന്നെ കാദർക്ക എന്നാ നീ തന്നെ പിടിക്കുകയെന്നും പറഞ്ഞ് കുഞ്ഞിക്കണാരന് അതങ്ങ് കൊടുത്തു. കയറും കുട്ടയും കൊടുത്തു. കുഞ്ഞിക്കണാരന് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടാവും, അല്ലേ? അങ്ങനെ പറയണ്ടാന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോ കുട്ടയിൽ കുറച്ച് ചോറും മീനും ഇട്ട് കൊടുത്താൽ പൂച്ച കയറും. ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു. അത് നല്ലൊരു ഐഡിയയാണ്, അല്ലേ? ആണോ? ആ കുട്ടയിൽ കുറച്ച് ചോറും മീനും ഇടുക. അപ്പൊ അത് തിന്നാനായിട്ട് മാളത്തിൽ നിന്ന് പൂച്ച കൊട്ടയിലേക്ക് ചാടും. അപ്പൊ അതിനെ പൊക്കിയെടുക്കാം. അപ്പൊ വേറൊരാള് പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു എലിയെ പിടിച്ച് കുട്ടയിൽ കെട്ടിയിട്ടാൽ മതിയല്ലോ, അതാ നല്ലത്. മീനും ചോറും വേണ്ട, ഒരു എലിയെ പിടിച്ചിട്ടാ മതി. അപ്പോ പൂച്ച കൊട്ടയിലേക്ക് കയറും. അത് കേട്ടപ്പോൾ എന്നാൽ താൻ പോയി എലിയെ പിടിച്ചുകൊണ്ടുവാടോ. സാംസ്കാരിക സമ്മേളനം സമയത്ത് തുടങ്ങാത്തതിൽ ഏറെ അസ്വസ്ഥപ്പെടുന്ന ഗാനമേളയുടെ മാനേജർ പറഞ്ഞു. അവിടെ ആ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് സമ്മേളനം കഴിഞ്ഞൊരു ഗാനമേളയുണ്ട്. അതിന്റെ മാനേജർ അവിടെ സംഭവം നടക്കാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് എലിയെ പിടിച്ചുകൊണ്ടുവരാനൊക്കെ പറയുന്നത്. എന്നാൽ താൻ പോയി എലിയെ പിടിച്ചുകൊണ്ടുവാടോ എന്ന് അദ്ദേഹം ദേഷ്യത്തോടെ പറയാനൊരു കാരണമുണ്ട്. സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് വേണം ഗാനമേള നടത്താൻ. മാത്രല്ല ആ ഗാനമേള കഴിഞ്ഞിട്ട് അവർക്ക് ഇന്ന് തന്നെ മറ്റൊരു സ്ഥലത്തും പ്രോഗ്രാം ഉണ്ട്. മറ്റൊരു സ്ഥലത്തും ഗാനമേള അവതരിപ്പിക്കണം. അപ്പൊ ഇവിടെ കഴിഞ്ഞിട്ട് വേണം അവിടെ പോകാൻ. ഇവിടെ വൈകിയാൽ അവിടെയും വൈകും. അവിടെ വൈകി ചെന്നാൽ ചിലപ്പോ നല്ല കല്ലേറും അടിയൊക്കെ കിട്ടും, അല്ലെ?
അപ്പൊ അതുകൊണ്ട് ആളിങ്ങനെ ദേഷ്യത്തിൽ പരിഭ്രാന്തനായിട്ട് നിൽക്കുമ്പോഴാണ് എലിയുടെ കാര്യം പറഞ്ഞത്. ദേഷ്യം വരാതിരിക്കുവോ? ആർക്കായാലും വരും. ഉമ്മ എവിടെ? ഇതിനിടയിൽ ഞാൻ ഉമ്മയെ നോക്കി. ഉമ്മയെ കാണാനില്ല. ഉമ്മ അടുക്കളയിലേക്ക് പിൻവലിഞ്ഞിരിക്കുകയാണ്. അതാണ് രസം. ഈ പൂച്ച കിണറ്റിൽ വീണത് ആദ്യം അറിഞ്ഞ ആളാരാ? ഉമ്മ. ഉമ്മ വന്ന് മകനോട് പറയുന്നുണ്ട്. ഇവിടെ ഇത്രയും ആളും ബഹളവും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഉമ്മയെ കാണാനില്ല. ഉമ്മ പതുക്കെ അവിടെ നിന്ന് മാറിക്കളഞ്ഞു. പൂച്ചക്കാര്യം ജനകീയ പ്രശ്നമായ നിലയ്ക്ക് തനിക്കിനി ഇതിൽ കാര്യമില്ലെന്ന് ഉമ്മ കരുതി കാണും. ഉമ്മയ്ക്ക് തോന്നി ഇതാകെ എല്ലാം കൂടി ജനങ്ങൾ കൂടിയിരിക്കും, ഒരു ജനകീയ പ്രശ്നമായി മാറിയിരിക്കുകയാണല്ലോ, ഇനി എനിക്ക് എന്ത് കാര്യം എന്ന് വിചാരിച്ച് ഉമ്മ അവിടെ നിന്നും മാറിക്കളഞ്ഞു. നല്ല ഉമ്മ അല്ലെ? മകന്റെ ഉമ്മ തന്നെ. കിണറ്റിലിറങ്ങാൻ പറ്റിയ ആരെങ്കിലും ഒന്ന് കിണറ്റിലിറങ്ങി പൂച്ചയെ പിടിച്ച് കുട്ടയിലിട്ടാൽ നമുക്ക് വേഗം സമ്മേളനം നടത്താം, കാസിം അനന്തനോട് അടക്കം പറഞ്ഞു. ഇതാ ബക്കറ്റിലും നോക്കി കുട്ടയിലും നോക്കി ഒരു രക്ഷയില്ല. അവസാനം ഒരു മാർഗം പറയുകയാണ്. ആരെങ്കിലും ഒരാളെ കിണറ്റിലിറങ്ങണം, എന്നിട്ട് പൂച്ചയെ പിടിച്ച് കുട്ടയിലിടണം. അങ്ങനെ പൂച്ചയെ മുകളിലെത്തിക്കാം. വീണ്ടും കാസിമും അനന്തനും ബാബുവും സജീവമാവുകയായിരുന്നു. അപ്പൊ അവര് വീണ്ടും ആദ്യത്തെ കൂട്ടര് തന്നെ വീണ്ടും രംഗത്ത് സജീവമാകുന്നു. അനന്തൻ ഒരു പാന്തോൻ കുടുക്കുമായി പൂച്ചയുടെ എതിർദിശയിലെ പടവിലിറങ്ങി നിന്നു. എന്തായാലും കിണറ്റിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ആരാണ് ഇറങ്ങുന്നത്? അനന്തനാണ്, സംഘാടക സമിതിയിലുള്ള ആള്. കയ്യിലൊരു പാന്തോൻ കുടുക്കുമുണ്ട്, ഒരു കുടുക്കുണ്ട്. ആ കുടുക്ക് പൂച്ചയുടെ ശരീരത്തിലിട്ട് അതിനെ പൊക്കിയെടുക്കാൻ. അയാൾ കുരുക്ക് പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമാക്കി ഒന്നങ്ങടെ എറിഞ്ഞു. ആ കുരുക്ക് എന്ന് പൂച്ചയുടെ കഴുത്തിൽ വീണം, എന്നിട്ട് അതിനെ തൂക്കിയെടുത്ത് കൊണ്ടുവരണം. പക്ഷെ എന്താ സംഭവിച്ചത്? കുടുക്ക് പൂച്ചയുടെ കഴുത്തിൽ വീണോ? ഇല്ല. പൂച്ച ഒറ്റ ചാട്ടം. പേടിച്ചരണ്ട അനന്തനും വെള്ളത്തിൽ. കുടുക്കെറിഞ്ഞതുമല്ല, പൂച്ച ഒറ്റ ചാട്ടം വെച്ചു കൊടുത്തു. ആ ചാട്ടം കണ്ട് പേടിച്ചിട്ട് ഈ കിണറിന്റെ വക്കിൽ നിന്ന അനന്തനും പുതുക്കോ എന്നും പറഞ്ഞ് പ്ലും എന്നും പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് വീണു. അപ്പൊ നമ്മുടെ പൂച്ചയും വെള്ളത്തിൽ, അനന്തനും വെള്ളത്തിൽ. ഇപ്പോൾ രണ്ടുപേരും നീന്തുകയാണ് വെള്ളത്തിൽ കിടന്ന്, കിണറ്റിലെ വെള്ളത്തിൽ കിടന്ന് പരസ്പരം രക്ഷപ്പെടാൻ. ഒടുക്കം ധൈര്യം സംഭരിച്ച അനന്തന്റെ ശ്രമം സഫലമായി. എങ്കിലും അനന്തൻ അവസാനം ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് പരിശ്രമിച്ചു. അത് സഫലമായി, അത് നടന്നു. കഴുത്തിൽ കുരുക്ക് വീണ പൂച്ച ഇതാ കുട്ടയിൽ. എന്തായാലും അനന്തൻ മിടുക്കൻ തന്നെയാണ്. കുറെ കഷ്ടപ്പെട്ടെങ്കിലും വെള്ളത്തിൽ വീണെങ്കിലും ആ പാന്തോൻ കുടുക്ക് പൂച്ചയുടെ കഴുത്തിലിട്ടു. പൂച്ചയെ തൂക്കിയെടുത്ത് കുട്ടയിലിട്ടു. കാസിം പൊക്കിക്കൊണ്ടുവന്ന കുട്ടയിൽ നിന്നും ആത്മരക്ഷാർത്ഥം പൂച്ച കരയിലേക്ക് എടുത്തു ചാടി. ആ കുട്ട കാസിം ഇങ്ങനെ പതുക്കെ പൊക്കി പൊക്കി മുകളിലേക്ക് കൊണ്ടുവന്നതുമല്ല, പൂച്ച എന്ത് ചെയ്തു? അതിന്റെ ജീവൻ രക്ഷിക്കാൻ എന്ന മട്ടിൽ ആത്മരക്ഷാർത്ഥം കരയിലേക്ക് എടുത്തു ചാടി. ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടി മറഞ്ഞത് നിമിഷം കൊണ്ട്. അതല്ലെങ്കിലേ പേടിച്ചിരിക്കുകയായിരുന്നല്ലോ, കിണറ്റിൽ വീണപ്പോ തന്നെ പേടിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ആളുകളും ബഹളവും എല്ലാം കണ്ടിട്ട്. അപ്പൊ കരയിലെത്തിയതുമല്ല, പൂച്ച ജീവരക്ഷാർത്ഥം ഒറ്റ പാച്ചിലങ്ങ് വെച്ചു കൊടുത്തു. അവിടെ എല്ലാ ആളുകളല്ലേ, ജനം തിങ്ങി നിൽക്കുകയാണ്. ആ ഭാഗത്ത് ജനമിളകി. പൂച്ച ഓടിയ ഭാഗത്ത് ഒരു ആരവം ഉയർന്നു, ഒരു വലിയ ശബ്ദം, ശബ്ദം, ആളുകളുടെ ഒച്ച. ദേ പൂച്ച ഓടി എന്ന് പറഞ്ഞുള്ള ശബ്ദമായിരിക്കും അല്ലെ, അല്ലെങ്കിൽ അയ്യോ എന്നുള്ള ശബ്ദമായിരിക്കും. എന്തായാലും ഭയങ്കര ശബ്ദമായിരുന്നു അവിടെ. അങ്ങനെ നമ്മുടെ പൂച്ച കരക്കെത്തി അല്ലെ. ഇനി നമ്മുടെ മാഷിന് ആ യോഗത്തിൽ പ്രസംഗിക്കാൻ പോകാം. എല്ലാവർക്കും സന്തോഷമായി. പൂച്ചക്കേസ് കഴിഞ്ഞതോടെ ആളുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങി. കാസിമും അനന്തനും വാട്ടർ ടാപ്പിനടുത്ത് ചെന്ന് കയ്യും കാലും മുഖവും കഴുകുകയാണ്. ബാബുവും ഈ കർമ്മം അനുഷ്ഠിക്കുന്നുണ്ട്. ബാബു എന്തിനാണ് കൈയും കാലും കഴുകുന്നത്? അയാൾ വല്ലതും ചെയ്തോ? വായ കൊണ്ട് എന്തൊക്കെയോ ചെയ്തു, അല്ലാതെ പ്രവൃത്തിയിലൊന്നും ചെയ്തില്ല. പക്ഷേ പ്രവൃത്തി ചെയ്ത കാസിമിന്റെ അനന്തന്റെയും കൂടെ അയാളും കൈയും കാലും മുഖവും ഒക്കെ കഴുകുന്നുണ്ട്. അവര് മാത്രമല്ല, വെറുതെ ഒച്ച വയ്ക്കുക മാത്രം ചെയ്ത വേറെ ചിലരും ഈ കൈയും കാലും മുഖവും കഴുകുന്നുണ്ട്. എല്ലാവരും ശരീര ശുദ്ധീകരണത്തിലാണ്. നിങ്ങളെല്ലാം യോഗ സ്ഥലത്തേക്ക് നടക്കിൻ, ഞങ്ങൾ ഇപ്പൊ വരാം, തോർത്തുകൊണ്ട് കൈ തുടയ്ക്കുന്നതിനിടയിൽ കാസിം പറഞ്ഞു. മുഴുവൻ ആളുകളും അവിടെ നിന്നും ഒഴിഞ്ഞു. കാസിമും അനന്തനും ഞാനും
യോഗസ്ഥലത്തെത്തുമ്പോൾ വിജനമായ മൈതാനം. അതാണ് രസം. എല്ലാം കഴിഞ്ഞ് അവർ യോഗസ്ഥലത്തെത്തുകയാണ്. അവിടെ എത്തുമ്പോൾ അവിടെ ആരുമില്ല, വിജനമായി കിടക്കുകയാണ്. മൈതാന മധ്യത്തിൽ ഒരു പശുക്കുട്ടി അലയുന്നുണ്ട്. ആ മൈതാനത്തിന്റെ നടുക്ക് ഒരു പശുക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. സ്റ്റേജിനടുത്ത് ഒരു മൈക്ക് ഓപ്പറേറ്ററും അസിസ്റ്റന്റും മാത്രമുണ്ട്. മൈക്ക് ഓപ്പറേറ്ററും ഉണ്ട്, ഒരു അസിസ്റ്റന്റും ഉണ്ട്, വേറെ ആരുമില്ല. മൈതാനത്തിൽ ഒരു പശുവുണ്ട്. അവിടെയാണ് യോഗം നടക്കേണ്ടത്, വലിയ ഒരു സാംസ്കാരിക സമ്മേളനം. അവിടെ ഒരാളും ഇല്ല. എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഞങ്ങൾ അന്തം വിട്ട് നിൽക്കുകയാണ്. കാസിമിന്റെ സംഭ്രാന്തിയോടെയുള്ള ചോദ്യത്തിന് മൈക്ക് ഓപ്പറേറ്റർ പറഞ്ഞു, ഇവിടെ സംഭവിച്ചത് മറ്റൊന്നുമല്ല, കാസിം കാ, എല്ലാവരുടെ കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട്. വിളിക്കാൻ ആള് വന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക. അപ്പൊ അവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ആളുകളുടെയും വീടുകളിലെ കിണറ്റിൽ പൂച്ച വീണിരിക്കുന്നു. അപ്പൊ അവിടുന്ന് ആള് വന്ന്, ഓരോ വീടുകളിൽ നിന്ന് ആള് വന്ന് പൂച്ച വീണു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന ആളുകൾ മൊത്തം അവരവരുടെ വീടുകളിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ യോഗം നടക്കുന്ന സ്ഥലത്ത് ഒരാളും ഇല്ലാതെ വന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായോ? മറ്റൊന്നുമല്ല, അന്ന് അവിടെ യോഗം നടക്കരുത് എന്ന് ആരോ ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കുബുദ്ധി, അവരുടെ പ്രവൃത്തിയാണ് ഈ കാണുന്നത്. യോഗം നടക്കാതിരിക്കാൻ വേണ്ടി ആ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാം വീടുകളിൽ അവർ ഓരോ പൂച്ചയെ അവരുടെ കിണറുകളിൽ കൊണ്ടുവന്നിട്ടു. കിണറ്റിൽ പൂച്ച വീണാൽ പിന്നെ പൂച്ചയെ കര കയറ്റിയാലല്ലേ അവർക്കൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റൂ. അപ്പൊ കുറേ സമയമെടുക്കും. ആ സമയം അങ്ങനെ പോകുമ്പോൾ ഇവിടെ യോഗം നടക്കുകയില്ല, അത് പരാജയപ്പെടും. യോഗം നടക്കാതിരിക്കുക, അതിനുവേണ്ടി ചെയ്യുന്ന ഒരു കുറച്ചാളുകളുടെ കുബുദ്ധിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഈ കഥയിലൂടെ നമ്മൾ കാണുന്നത്. അതാണ് അവിടെ വിജനമായിട്ട് നിൽക്കുന്ന ആ മൈതാനം വിജനമായി കിടക്കുന്നതിനും കാരണം. അപ്പൊ വളരെ ഒരു കഥ നർമ്മരസ പ്രധാനമായിട്ട് തന്നെയാണ് കഥാകൃത്തായ അക്ബർ കക്കട്ടിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കത് ബോധ്യമായി കാണുമല്ലോ. ഈ കഥാഭാഗം വായിക്കുമ്പോൾ തന്നെ പല ഭാഗങ്ങളിലും നമ്മൾ അറിയാതെ നമ്മുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടരുന്നത് കാണാം, അല്ലേ? നിങ്ങൾ ചിരിച്ചില്ലേ? ഉറപ്പല്ലേ? ചിരിച്ചിട്ടുണ്ടാവും. എനിക്കത് ഉറപ്പാണ്. കാരണം നർമ്മരസം ചിരിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. അത് സാധിപ്പിക്കുക തന്നെ നമ്മുടെ കഥാകാരനായ അക്ബർ മാഷിന് സാധിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. ഇദ്ദേഹത്തിന്റെ ഓരോ കഥകളും ഇതുപോലെ തന്നെയാണ്. നർമ്മത്തിൽ ചാലിച്ച് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ കഥകൾ. അദ്ദേഹത്തിന്റെ കഥകൾ വായിക്കാൻ ശ്രമിച്ചു നോക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ ധരിക്കുന്നു. അക്ബർ കക്കട്ടിലിന്റെ എൻ്റെ പ്രിയപ്പെട്ട കഥകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് പ്രസ്തുത പാഠഭാഗം. നമുക്ക് അടുത്ത ക്ലാസ്സിലെ ഈ പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.